പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസന് എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസന് സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ആൾത്താരയിൽ ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങയുടെ കയ്യിൽ പാവപ്പെട്ടവനായിട്ടാ, അങ്ങയുടെ കയ്യിൽ കുറേ ആധാരങ്ങൾ ഇരിപ്പുണ്ട്, എല്ലാം ജപ്തിയായിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തോ സംസാരിക്കാണ്ടൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ അയാൾ പക്ഷേ സംസാരത്തെ കേട്ടപ്പോൾ ഞാൻ അത്ര എനിക്ക് ഒരു ഹാപ്പി അല്ലായിരുന്നു. ഞാൻ പുള്ളി പറഞ്ഞ ഇതാണ്, എന്നോട് ചോദിച്ചത്, അച്ഛാ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇൻക്ലിനേഷൻ, ഈ മനുഷ്യനെ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ചോദിക്കണ ഒരു ചോദ്യമാണ്. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്തോ ചോദിച്ച പോലെ തോന്നിയ കാരണം റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ആൾക്കാരെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ആ കുറവുൾപ്പെടെ ഇങ്ങനെ ഓരോ കുറവുകളും എടുത്ത് ഇപ്പം നമ്മൾ ഹിറ്റൊന്നും സാരമില്ലേ, ഹിറ്റ് അത് ഈ പാറ്റിലേക്ക് അടിക്കണ സാരമില്ലേ, അപ്പം ഇങ്ങനെ ഈ കൊമ്പും കോലൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ അത് അടിക്കുമ്പോൾ പാറ്റയും ചാകും, അതിൻ്റെ അടി പല്ലി ഉണ്ടെങ്കിൽ പല്ലിയും ചാകും, വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകും. അപ്പോൾ പല്ലിക്ക് ഒരു ഹിറ്റ് പോലെ ഒരു സ്പ്രേ, പാറ്റയ്ക്ക് വേറെ സ്പ്രേ, പഴുതാരയ്ക്ക് വേറെ സ്പ്രേ, അങ്ങനെയൊന്നുമില്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ വൃത്തിമേനായിട്ട് ഉടമ്പടി ഒന്ന് ചെയ്യും. അപ്പോൾ എന്തിനും കുറവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിഹരിക്കും. അല്ല ഓരോ സാധനത്തിനും ഓരോ കുറവിന് ഓരോ സൊല്യൂഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. നമ്മൾ ദൈവതിരുസന്നിധിയിൽ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യാൻ അല്ലേ? അപ്പം തന്നെ നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അത് അതർ പേഴ്സൺ ആരാണ്? ദൈവമാണ്. ഇപ്പം ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റാണ് ചെയ്യണത്. അല്ല നമ്മളിങ്ങനെ ദൈവത്തോട് തിരുസന്നിധിയിൽ കൂദാശകൾ ഒന്നും എഗ്രിമെൻ്റ് അല്ല. അത് നമ്മുടെ വ്രതം നമ്മൾ എടുക്കണതാണ്. ഇപ്പം അനുസരണം എന്ന വ്രതം അത് നമ്മൾ എടുക്കണത്. അത് നമ്മൾ ഏകപക്ഷീയമായിട്ട് ആ വ്രതം എടുക്കുകയാണ്. നമ്മൾ വി ടേക്ക് ദാറ്റ് വൗസ്. ഉടമ്പടി എന്ന് പറഞ്ഞൊരു വൗസ് എടുക്കലല്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അതായത് ചില അച്ഛന്മാരോടൊക്കെ നമ്മൾ പറയും, അച്ഛന് ജോസഫിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛന്മാരാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉടമ്പടിയൊന്നുമല്ല. അപ്പോൾ നമ്മളൊക്കെ ഉടമ്പടിയിലല്ല അച്ഛാ എന്ന് എന്നോട് ഇരിക്കും. ഞാൻ പറഞ്ഞു, അത് നമ്മൾ അങ്ങോട്ട് എടുത്തതല്ലേ ഉടമ്പടി. അതിന് വൗസ് എന്നാണ് പറയണത്, വ്രതം, അനുസരണ എന്ന വ്രതം. ഈ
ബൈബിളിലെ ഉടമ്പടി എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ അത് ബയലാറ്ററാണ്. വെച്ചാൽ അതായത് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങൾ എവിടെ ഉള്ളത്? അതിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഉടമ്പടി ജനത, ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ്. ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ് ഉടമ്പടി ജീവിതം വരണത്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അതിൻ്റെ ഫോർമേഷനിലെ കൾമിനേഷനിലാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യണം. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ദൈവം ഇങ്ങോട്ട് തരുന്ന വാഗ്ദാനങ്ങളുണ്ട്. അപ്പം ഇത് ബൈലാറ്ററാണ്, ഉഭയകക്ഷിയാണ്. ദൈവം ഒരു കക്ഷിയാണ് അതിൻ്റെ അകത്ത്. അപ്പം തന്നെ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും? അയ്യോ, ദൈവമായിട്ടാണല്ലോ നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ വരാൻ പോണത്. ഇപ്പം ഞാൻ എബ്രഹാത്തെ പോലെ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിരിക്കണം. അപ്പം അതിൻ്റെ ആദ്യ പടി തന്നെ എന്താണ്? വിശുദ്ധീകരണമാണ്. ഉടമ്പടിയുടെ ആദ്യ പടി. വിശുദ്ധീകരിക്കാത്ത ആർക്കും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി ഉടമ്പടിയെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി സ്വയമായിട്ട് അപ്പം തന്നെ ആരും പറയാതെ, ഞങ്ങൾ ആരും ഉപദേശിക്കാതെ നിർദ്ദേശിക്കാതെയും ആ വ്യക്തി സത്യസന്ധമായിട്ട് തന്നെ സുവിശേഷ വിഹിതമായിട്ട് ദൈവതിരുസന്നിധിയിൽ ഒരു കോമ്പറ്റൻ്റ് പാർട്ട്ണറാകും. ഉത്തരവാദിത്വമുള്ള ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് അവർ തന്നെ പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ചും ഒരുങ്ങിയായിരിക്കും വരണത്. അങ്ങനെ വരണ ആയിരങ്ങളുണ്ട് കൃപാസനത്തിലോട്ട്. ചുമ്മാ വായി നോക്കി വണ്ടിയൊക്കെ ആയിരുന്നുണ്ട് ആരെങ്കിലും വിളിച്ചതെന്നും പറഞ്ഞിട്ട് കൂടെ വന്ന് അതെവിടെയും കുത്തിയിരുന്നിട്ടും എഴുതിയിടുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള അവതാരങ്ങളും ഉണ്ട്. അപ്പം എന്ത് വിഷയം എന്ന് പറയണത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇപ്പം ഈ വ്യക്തി എന്താ എന്നോട് പറഞ്ഞത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഉടമ്പടി വെടിപ്പായിട്ടൊരു മനുഷ്യൻ ഒരു ഈക്വലൻ്റ് പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ പാർട്ട്ണർ, യോജിച്ച പങ്കാളിയായിട്ട് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കൃപാസനത്തിൽ വരണമെങ്കിൽ തന്നെ ദൈവം പാലിക്കാൻ തുടങ്ങും. എന്താ കാര്യം? നമ്മൾ പാലിക്കുമെന്നുള്ളതും ഉടമ്പടിയുടെ വൃത്തിയും മെനയുമുള്ള ഈക്വൽ പാർട്ട്ണർ ആകുമെന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാതെ കൊണ്ട് അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങും. അതുകൊണ്ട് പല ആൾക്കാരും ഉടമ്പടി അപ്പം ഈ മനുഷ്യൻ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചതെന്നറിയാമോ, നിങ്ങളാദ്യം ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? യേശുക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്താക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ എന്തിനാണ് പക്ഷത്താക്കണത്? ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളല്ലേ. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിലെ അതേന്ന് തന്നെയാണ്. 2 Korinത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു, ഞങ്ങൾ യേശു പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പം ഞാൻ ഈ മനുഷ്യൻ എന്താ എന്നോട് ചോദിക്കണത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്ന്. അപ്പം ഞാൻ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? അവൻ്റെ ഫസ്റ്റ് പൊസിഷൻ തന്നെ കുറവെല്ലാം മാറും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു ഈക്വൽ പാർട്ട്ണറായിട്ടും ഇക്വലൻ്റ് അതിന് തക്ക ഒരു പങ്കാളിയായിട്ടും നമ്മളെ തന്നെ വിശദീകരിക്കുമല്ലോ. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ പക്ഷത്താക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്രിസ്തുവിനെ പക്ഷത്താക്കാൻ കാരണം എന്താണ്? ഈ ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടിയാൽ നമുക്ക് സകല വാഗ്ദാനങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് എല്ലാം ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം 6 കാര്യങ്ങൾ ഉടമ്പടി പറയണമെങ്കിലും ഒരു 60,000 കാര്യങ്ങളും യേശുക്രിസ്തു അതാണ്. ഇനി നമുക്കെതിരെ വരാൻ പോകുന്ന ശത്രുത പോലും, അല്ലെങ്കിൽ പലതരം പൈശാചിക പീഡകൾ പോലും, എന്താണ് മനുഷ്യൻ പേടിക്കണേ
എല്ലാ കാര്യങ്ങളും. അതല്ലേ ബൈബിൾ ചോദിക്കുന്നത്. ഈ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താണെങ്കിൽ. റോമ 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പൊ നമുക്ക് അവരെതിരാണ്, ഇവരെതിരാണ്, സാത്താൻ്റെ പ്രവർത്തനമാണ്, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നല്ല പ്രശ്നം. മറിച്ച് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തെ നമ്മളെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താകും. യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തു അതേ തന്നെ ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ എന്താ ഇത്രയും പറയാൻ കാര്യം, ആ മനുഷ്യൻ്റെ കയ്യിലൊരു തകിട് കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആരോ എന്തോ അദ്ദേഹത്തിന് അതിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറമ്പൊന്നും വിറ്റുപോകാത്തതെന്ന് ഇവിടെ ധരിക്കണത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്താ കൊടുക്കണത്? നിങ്ങൾ യേശുക്രിസ്തുവിനെ പക്ഷത്താക്കൂ, എന്നാൽ പിന്നെ ആരും നമുക്ക് എതിർ നിൽക്കുന്നതന്നെയല്ല, എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമായി പോയിക്കോളും. അപ്പോൾ ഉടമ്പടി യേശുക്രിസ്തുവിനെ പക്ഷത്താക്കുന്ന വലിയ പദ്ധതിയാണ്. യേശുക്രിസ്തു പക്ഷത്തായി കഴിയുമ്പോൾ പിന്നെ എന്താണ്? ആരും നമുക്ക് എതിര് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത് അതിശയമായിട്ട് നമ്മളൊന്നും സ്വപ്നം കാണാത്തത്, ആലോചിക്കാത്ത രീതിയിലാണ് ദൈവം ജീവിതത്തിൽ ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുവരെ കേൾക്കാത്തതും ആലോചിക്കാത്ത ചിന്തിക്കാത്ത കാര്യത്തിൽ ആ വഴി കൂടിയാണ് ദൈവം. വെള്ളത്തിൽ കൂടിയല്ലേ നടന്നു വന്ന് ശിഷ്യന്മാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുക. ഈ സമയത്ത് കടലിൽ വെച്ചിട്ടാണ് അവിടെ കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്ക് രക്ഷിക്കാനാരുമില്ല. ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ച? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നീ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. വാഗ്ദാനം നിറവേറും. വാഗ്ദാനം അവിടെ നിൽക്കും, അത് മാഞ്ഞു പോയില്ലെന്നാണ് ഈശോ പറയണത്. സ്വർഗവും ഭൂമിയും മാഞ്ഞു പോയാലും എൻ്റെ വാഗ്ദാനം മാറിയില്ല, അത് അവിടെ നിൽക്കുക. പക്ഷെ അത് നിനക്ക് ദൈവാനുഭവമായിട്ട് മാറ്റി എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വേണ്ടിയത് വചനം വായിക്കണം. എപ്പോഴും വചനം വായിക്കുമ്പോൾ അതിൽ വിശ്വാസം ഉണ്ടാകണം. അതിന് ചെയ്യേണ്ടത് ദൈവം തന്ന ജോലിയെ അത് റിജക്റ്റ് ചെയ്യരുത്, അത് അംഗീകരിക്കണം, അത് പൂർത്തീകരിക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവ മഹത്വമാവും, നിൻ്റെ വിശ്വാസം കൂടും. അത് കഴിഞ്ഞ് നീ ചെയ്യേണ്ടത് കുരിശെടുക്കണം. അത് ജ്ഞാനസ്ഥാനമാണ്. നിനക്ക് തന്നിരിക്കുന്ന കുരിശ് ചിലപ്പോൾ ഭർത്താവാകാം, അയൽക്കാരനാകാം, പല കാര്യങ്ങളാകാം, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം. അതെല്ലാം അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ കുരിശെടുക്കുക, ഞാൻ അംഗീകരിക്കുക, അതെനിക്ക് ദൈവം തന്നത് അംഗീകരിക്കുക. അപ്പോൾ അതിൽ രണ്ട് കാര്യം. കുരിശെടുക്കുമ്പോൾ പൂർത്തീകരണവും നടക്കും, ദൈവം തന്ന ജോലിയുടെ പൂർത്തീകരണവും നടക്കും, ജ്ഞാനസ്ഥാനവും നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇതിന് ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ ജ്ഞാനസ്ഥാനം ആർക്കും എടുക്കാം. പ്രൈസ് ദി ലോർഡ്. കുരിശെടുക്കുമ്പോൾ ദൈവം ഈശോ പറഞ്ഞിരിക്കണത് ലൂക്ക 12:50 ഏത് മതസ്ഥരിക്കും ഈ ജ്ഞാനസ്ഥാനം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇനിയൊരു ജ്ഞാനസ്ഥാനം എടുക്കണ്ട, എൻ്റെ കുരിശ് എടുക്കുകയാണ്. അപ്പോൾ നിനക്ക് തന്നിരിക്കുന്ന കുരിശ് നിൻ്റെ വീട്ടിലാകാം, ഇല്ല ജോലി സ്ഥലത്താകാം, നിൻ്റെ രോഗമാകാം, അതെല്ലാം നീ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. പിറുപിറുക്കരുത്, അതിനെക്കുറിച്ച് കുറ്റം പറയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീര് കാണിക്കരുത്, സന്തോഷിക്കുക. 1 തെസ്സലോണിയ 5:16 ഈശോ അതാ പറയണ, പരിശുദ്ധാത്മാവ് പറയണ, നീ എപ്പോഴും സന്തോഷിക്കുക. റിജോയ്സ് ഓൾവേസ്. അത് കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സാണ് അത്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുക. അപ്പം നിൻ്റെ ജീവിത രീതി മാറും, നിനക്ക് ദൈവാനുഭവം കിട്ടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്താം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളത്, അത് വേറെ ആംഗിളാണ് പറഞ്ഞത്. എൻ്റെ 2003 ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. ഇവിടെ അമ്മ മാതാവ് കൊണ്ടുവന്നതാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, ഞാൻ അന്ന് ജ്ഞാനസ്ഥാനമൊന്നും എടുത്തിട്ടില്ല, എനിക്ക് ജപമാല പോലും അച്ഛൻ വന്ന് ഇവിടെ പഠിപ്പിച്ചതാണ്. ഇന്ന് ബൈബിൾ നോക്കിയപ്പോൾ ഇതിലുണ്ട്. ഈ പേപ്പർ അച്ഛൻ തന്നത് അന്ന് 2003 തന്നത്. ഈ ജപമാലയുടെ പേപ്പറായത്, സ്ലിപ്പാണ്. ഇത് വെച്ചിട്ട് ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചതാണ്. ഇത് നോക്കി പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ കൗൺസിലിംഗ് എടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ 2-ാം ചൊവ്വാഴ്ച കൗൺസിലിംഗ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൗൺസിലിംഗ് ഒന്നും എനിക്കറിയില്ല. എന്നിട്ടും അച്ഛൻ പറഞ്ഞ് ഈശോനെക്കുറിച്ച് പറ, എന്തെങ്കിലും അനുഭവം കിട്ടിയാൽ അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അങ്ങനെ നടന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച വൈകിട്ട് അവിടെ ട്രെയിനുണ്ട്, അതിൽ വരും. ചൊവ്വാഴ്ച കാലത്തെ ശുശ്രൂഷ കൗൺസിലിംഗ് ഈ റൂമിലാണ്. ഇതിൽ ഫസ്റ്റ് റൂം, മുകളിൽ ഫസ്റ്റ് റൂമിലായിരുന്നു അന്ന്. അപ്പോൾ കുറേ പേര് കൗൺസിലിംഗ് വരും, വൈകുന്നേരം വരെ ഇരിക്കും. ഒരു 5 മണിയാകുമ്പോൾ 4:30-5 ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മോന് 1-ൽ പഠിക്കുക, ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ആകുമ്പോൾ തന്നെ അവൻ കരച്ചിൽ തുടങ്ങും, പോകണ്ടെന്ന് പറയും. എന്നിട്ട് ഇല്ല, ഞായറാഴ്ച തന്നെ തുടങ്ങും, നാളെ പോകണ്ട, ഇല്ല ഞാനും വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ച ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും, തിങ്കളാഴ്ച കാലത്തെ ആയപ്പോഴത്തേക്കും അവൻ കരഞ്ഞ് വയറുവേദന എടുക്കുകയാണ്, ഞാൻ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവൻ്റെ ഈ സ്ഥിര പരിപാടിയാണ്, ഞാൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇവൻ ഇന്ന് സ്കൂളിൽ പോകാതിരിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വഴക്കിട്ടപ്പോഴത്തേക്ക് ആ സ്കൂൾ ബസ്സിൽ കയറി അവൻ പോയി. അവനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വഴക്കിട്ട് കഴിയുമ്പോൾ. എന്നിട്ട് വൈകുന്നേരം ഞാൻ രാത്രി 10 മണിക്കാണ് എനിക്ക് ട്രെയിന് ഇവിടെ വരാനുള്ള അന്ന്. അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഇവൻ സോഫയിൽ ഇങ്ങനെ കിടക്കുക, സാധാരണ കളിക്കാൻ പോകുന്ന ആ സോഫയിൽ കിടക്കുക. അപ്പോൾ ഞാൻ അടുത്ത് പോയി ഇരുന്നപ്പോഴത്തേക്കും കരഞ്ഞ് വയറുവേദന ഇരിക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി സീരിയസ് ആണെന്ന്. ഒരു 6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഓടി. കാറിൽ വെച്ച് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സ്കാനിന് എഴുതി കൊടുത്ത്. അപ്പോൾ സ്കാൻ എഴുതിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് സ്കാനുണ്ട്. സ്കാൻ എഴുതിയപ്പോൾ 5 മുഴ അവൻ്റെ ഇതിൽ, ഈ ചെറുകുടലിൽ 5 മുഴ ഇരിക്കുക. അത് ഒന്ന് ശരിക്കും ഇൻഫെക്ഷനായിട്ട് അത് പൊട്ടുന്ന രീതി ഇരിക്കുക. അത് ബ്ലീഡായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെല്ലാം നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു 8-9 മണിയായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഒരു ജെം ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലാണ്, ഇപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഡോക്ടർ ഡീറ്റെയിലൊക്കെ എഴുതി ഒരു കവറിലാക്കി ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അത് അകത്തിരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് ജീവന് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ 9 മണിയായി. എനിക്ക് 9:30 നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ ഇവിടെ വരാൻ സാധിക്കില്ല. ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോയി, ഭാര്യയോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ കവർ അവളുടെ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ മുകളിൽ പോയി. പ്രാർത്ഥന മുറി മുകളിലാണ്. മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്ന് ഇത് പിശാചിൻ്റെ പരിപാടിയായിരിക്കും, പോകാതിരിക്കാൻ ദൈവ ശുശ്രൂഷ മുടപ്പിക്കുക. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയണം, നീ എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ ജോലി ചെയ്യുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ജോലി പൂർത്തീകരണോ? ഇതൊന്നും എനിക്ക് അന്ന് ഈ വചനമൊന്നും അറിയില്ല, അത്രയ്ക്കൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ ജോലി പൂർത്തീകരിക്കണം. ഇവിടെ അച്ഛൻ ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നം ഇത്രയോടും. ഞാൻ ഭാര്യയെടുത്ത് പറഞ്ഞ ഇത് കവറാണ്, ഇനി അവനിക്ക് വേദന വന്നെന്ന് അവൻ കറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്, അവരുടെ വീട്ടുകാർ കുറച്ച് അടുത്താണ്, ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്താണ്. അവരെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നേരെ ജെം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷനാണെന്നൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാനിത് കവർ കൊടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ അച്ഛൻ പറയും കുഴപ്പമില്ല, വരരുത്, ഓപ്പറേഷൻ ചെയ്യുന്നേ പറയുള്ളൂ, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഞാൻ ഇങ്ങോട്ട് പോന്ന് ഇവിടെ അടുത്ത ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് കാലത്തെ ഭാര്യയോട് കാലത്തെ ചോദിച്ച് ഇവൻ കറഞ്ഞാന്ന് ചോദിച്ച് ഇവിടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ പറഞ്ഞ് കറഞ്ഞില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഉറങ്ങിയാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് കറഞ്ഞ
അവിടെ കൊണ്ടുപോയിക്കോ, ജം ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി വിളിച്ച് വീട്ടുകാരെ വിളിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഈ കവർ കാണിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ ശുശ്രൂഷ തുടങ്ങി. 5 മണിയായപ്പോഴത്തേക്ക് മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ, മൊബൈലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് മിസ്ഡ് കോളൊന്നുമില്ല. സമാധാനമായി, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ അന്ന് വീട്ടിൽ പോയി. പാതിരാത്രി ആയപ്പോൾ വീട്ടിലെത്തി. വേറെ കുഴപ്പമൊന്നും ഇല്ല, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസം കാലത്തെ ഇവളെയും വിളിച്ചുകൊണ്ട് നേരെ 7 മണിക്ക് അങ്ങ് ജം ഹോസ്പിറ്റലിലേക്ക് പോയി, ഇവനെയും എടുത്തുകൊണ്ട്. എന്നിട്ട് ഡോക്ടറിനോട് കാണിച്ചപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞു. ഈ ലെറ്ററിൽ എഴുതിയിരിക്കണം കണ്ട, നിങ്ങൾ ഇത്രയും നേരം പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നോ, എന്ത് റിസ്ക്കാണ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം പുറത്ത് പോകാനുണ്ടായിരുന്നു. ഞാൻ ഇവളോട് പറഞ്ഞിട്ടാണ് പോയത്, വേദന ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടാകും. വേദനയൊന്നുമില്ല, അത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് വൈഫിന് മനസ്സിലായത്. ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനിക്ക് ആ പച്ച കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഓപ്പറേഷന് മുമ്പ് ഇനിയൊരു സ്കാൻ എടുക്കുമല്ലേ, ആ സ്കാനിന് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കാര്യം നടന്ന്. ഒന്ന്, ദൈവത്തിൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച്, നീ നിൻ്റെ ജോലി ചെയ്താൽ, എൻ്റെ ജോലി ചെയ്താൽ നിൻ്റെ ജോലി ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ്. രണ്ടാമത് അത് വിശ്വാസവുമായി. അതിൽ മൂന്നാമത്തത് തന്ന ജോലി പൂർത്തീകരിക്കുകയും ചെയ്ത്, പൂർത്തീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ വന്ന്, വചനം വന്ന്, പരിശുദ്ധാത്മാവ് വന്ന്. ഇവിടെ ദൈവ വാഗ്ദാനമുണ്ട്, ഞാൻ നിനക്ക് സൗഖ്യം തരും. മരുന്നില്ല, ലേഖനമില്ല, എൻ്റെ വചനമാണ് സൗഖ്യം തരുന്നത്. അപ്പോൾ രണ്ടാമത് അവർ സ്കാൻ എടുത്തിട്ട് കുറേ സമയമെടുത്ത്. അപ്പോൾ എന്നെ പിന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഈ സ്കാനിൽ മുഴയൊന്നും കാണുന്നില്ലല്ലോ രണ്ടാമത് എടുത്തതിൽ. പ്രൈസ് ദി ലോർഡ്. പഴയ സ്കാനും വെച്ച് ഇതും വെച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെ സാധിച്ച്? വചനത്തിൽ ഈ മുഴയുടെ മരുന്നുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചപ്പോഴത്തേക്ക് അത് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് കൂടി ചേർന്നപ്പോഴത്തേക്കും അവിടെ സൗഖ്യം നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്ക് വചനമുണ്ട്, പക്ഷേ അതിൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ടാവും. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടാവും, വചനവും ഉണ്ടാവും,